ദിസ് സെറിമണി. അതിനു മുമ്പേ വേദിയിലേക്ക് ഡയസിലേക്ക് അധ്യക്ഷൻ ശ്രീ വല്ലപ്പുഴ ചന്ദ്രശേഖരൻ സാറിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ വി ആർ ഹർഷൻ രചയിതാവിനെയും ഗ്രന്ഥകർത്താവിനെയും ക്ഷണിക്കുകയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അത് പ്രകാശനം ചെയ്യുവാനായി എത്തിയ കെ ആർ കിഷോർ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീമതി ഇന്ദിരാ ബാലൻ, രമ പ്രസന്ന പിഷാരടി എന്നിവരെ അത് ഏറ്റുവാങ്ങാനായി ക്ഷണിച്ചിട്ടുണ്ട്. അവരെയും ഡയസിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയാനായി ശ്രീ ശാന്തകുമാർ എലപ്പുള്ളിയെ വേദിയിലേക്ക് ഡയസിലേക്ക് ക്ഷണിക്കുന്നു. കാര്യപരിപാടി തുടങ്ങാനായി ഗാനാലാപനത്തിന് വേണ്ടി ശ്രീ വി കെ വിജയനെ ക്ഷണിക്കുകയാണ്. ശ്രീമതി ഇന്ദിരാ ബാലൻ, രമ പ്രസന്ന പിഷാരടി, ഈ യോഗം നിയന്ത്രിക്കുന്ന അനീസ് സിസിയോ, എൻ്റെ മുമ്പിലുള്ള നിരവധി സംഘടനകളിലും സാഹിത്യ കൂട്ടായ്മകളിലും പ്രവർത്തിക്കുന്ന വലിയൊരു സംഘടനയുടെ സുരബലത്തിൻ്റെ ചെയർമാൻ എസ് കെ നായർ സാർ പുറകിലുണ്ട്. സാർ മുമ്പിൽ വന്നിരിക്കും. ഓക്കെ ഓക്കെ. അതുപോലെ ലാൽ അദ്ദേഹത്തെ കൂടുതൽ നാടക കലാകാരനാണ്. വിജയേട്ടൻ അതിഗംഭീരമായ പാട്ടുകാരനാണ്. ഷൺമുഖേട്ടനെ കുറച്ച് ഇടവേളയ്ക്ക് ചേർന്ന് വീണ്ടും കണ്ടുപിടിയിട്ടുണ്ട്. കവി, നല്ലൊരു കവിയും സാഹിത്യ ആസ്വാദകനാണ്. ഗീതു ചെറിയാൻ സാർ ഒരു കുറെ കവിത എഴുതിയിട്ട് ഒരു പുസ്തകം കിഷോറേട്ടനെ ഞാൻ അപ്പോഴും പറഞ്ഞുള്ളൂ. ചെറിയാൻ സാർ ഒരു പരിചയപ്പെടണം, ഒരു പുസ്തകം ഇറക്കാനുള്ള സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. മൊത്തത്തിൽ സാഹിത്യമാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ബാംഗ്ലൂർ ഇപ്പോൾ പുസ്തകം ഇറക്കണതിൻ്റെ സീസണാണ്. ഞാനൊരു 2 മാസത്തിൻ്റെ ഇടയിൽ 5 പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു. ഇതിൽ സ്വാഗതം പറയാം. ഇനിയിപ്പോൾ അടുത്താഴ്ചയും ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കുക. മലയാളി എഴുത്തുകാരൻ ശരിക്കും ഇപ്പം നമ്മുടെ ഒരു പുസ്തകത്തിൻ്റെ കവർ പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ട് ആലമ്പുഴ ഒരു നല്ലൊരു വോട്ടിംഗ് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ കേരളത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ കേരളത്തെക്കാൾ കൂടുതലായി ഭാഷയെ സ്നേഹിക്കുന്ന, അക്ഷരത്തെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു സമൂഹം ബാംഗ്ലൂരിലുണ്ട്. അവരുടെ ഒരു സൃഷ്ടിയാണെന്നുള്ള നിലയിൽ അത് ശരിയുമാണ്. നിരവധി നല്ല നല്ല പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു സമയം. ഒരുപാട് ആളുകൾ ഈ രംഗത്ത് വരുന്നുണ്ട്. എല്ലാവരും ആഴ്ചയിൽ 1-2 പുസ്തകങ്ങൾ വെച്ച് ഇറക്കാം. ഇപ്പോൾ നമുക്ക് പരിപാടിയൊന്നും സംഘടിപ്പിക്കേണ്ട, അതിൽ നമ്മൾ വരാം. നമുക്ക് അധ്വാനം കുറവാണ്. അപ്പോൾ ഞാനിനി ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം. പുസ്തകങ്ങൾ അദ്ദേഹം ഇറക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് 25ാമത്തെ പുസ്തകമാണ് അല്ലേ? 24-ാമത്തെ 2 പുസ്തകങ്ങൾ. എന്റെ പേര് മാത്രമല്ലേ ഉള്ളത്. ബാംഗ്ലൂരിലെ കെ കവിതയുടെയും ശാസ്ത്രത്തിന്റെയും പേരുണ്ട്. വേറെ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 23-ാമത്തെ 2 പുസ്തകങ്ങളാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ പ്രൗഢമായ ഈ സദസ്സിൽ പങ്കെടുക്കാനെത്തി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് കെ ആർ കിഷോറാണ്. ഈ പറഞ്ഞ ഹർഷൻ സാറിൻ്റെ വേറൊരു വേർഷനാണ്. ഹർഷൻ സാർ ഹാസ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഗൗരവത്തിൽ ഉള്ള വേർഷൻ. കെ ആർ കിഷോറിനോടും വഴക്കടിക്കാത്ത ഒരാളിനെ സാംസ്കാരിക രംഗത്ത് കാണാൻ സാധ്യത വളരെ കുറവാണ്.
പക്ഷെ അതിനൊരു ഒരു ചെറിയൊരു സമയം ഉണ്ടാവുള്ളൂ. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം ആളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം. എഴുത്ത്, സാഹിത്യം, കല, സാംസ്കാരിക പ്രവർത്തനം, മാധ്യമ പ്രവർത്തനം, സംഘടന, സകല മേഖലയിലും കയറി നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കഴിഞ്ഞൊരു പുസ്തകം, ജഗത കല്യാണിൻ്റെ പുസ്തക പ്രകാശനത്തിൽ ഞാനായിരുന്നു അധ്യക്ഷ വഹിച്ചത്. ഞാൻ അവിടെ വളരെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ചിരിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ജീവിക്കുന്നതായിരിക്കും. പക്ഷേ ചിരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുവാനുള്ള, പണ്ടൊക്കെ നമ്മുടെ മലയാള സിനിമകളെല്ലാം ഒരു ഹാസ്യപാത്രങ്ങളായിട്ട് ഏതാണ്ട് 3-4 പേര് സിനിമകളിൽ ഹാസ്യം തന്നെ അവതരിപ്പിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഴയകാലത്തെ വാരികകളിലും മാസികളിലൊക്കെ ഹാസ്യ പങ്ക്തി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ട് 2-3-4 പേജുകൾ ഹാസ്യ പങ്ക്തി അതിനുണ്ടായിരുന്നു. പക്ഷെ ക്രമേണ ഹാസ്യം എന്നുള്ളത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയും നമ്മളെല്ലാം കൂടുതൽ ഗൗരവമായി ചിന്തിക്കുന്നവരും വളരെ വളരെ വലിയവരാണെന്നുള്ള, അല്ലെങ്കിൽ എന്നല്ല വലിയവരാണെന്നല്ല, ചിന്താപരമായിട്ട് നമ്മളെല്ലാം വളരെ ഗൗരവക്കാരാണെന്നുള്ള ഒരു നമ്മളെല്ലാവരും ഉണ്ട്. പക്ഷേ അർഷൻ്റെ ഹാസ്യം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ കുറച്ച് മാത്രമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഏത് കയറി കഴിഞ്ഞാൽ 1-1.5 പേജുള്ള പ്രിന്റിംഗ് പേജുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ 20-25 കഥകളുടെ സമാഹാരമാണ് ഈ രണ്ടും. പ്രസന്ന പിഷാരടിയും ഇന്ദിരാ ബാലൻ മാമുമാണ്. അവരെ കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള ഒരുപാട് മികച്ച എഴുത്തുകൾ എല്ലാ ഗ്രൂപ്പുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ ഒരുപാട് കൃതികളും എഴുത്തുകളും ഒക്കെ ശ്രീമതി രമ പ്രസന്ന പിഷാരടിയുടെ. അതേപോലെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന 2 പേരും നേരത്തെ പറഞ്ഞതുപോലെ, സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 2 സംഘടനകളുടെ ഭാരവാഹിയാണ്. 2 അല്ല, പല സംഘടനകളുടെ ഭാരവാഹികളാണ്. 1-2 സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുമാണ്. വിത്തൗട്ട് ഹാവിങ് ദെയർ നെയിം ബാംഗ്ലൂരിൽ ലിറ്റററി വേൾഡ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 3 പേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്ന ആ ഒരു സെറിമണി നിങ്ങൾ വണ്ടർഫുള്ളാക്കി, ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു, കൈയടിച്ചുകൊണ്ട്. ആദ്യം ശ്രീ കിഷോർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ പുസ്തകം ഹാസ്യ രസായനം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ പോലെ തന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. Both of you, welcoming you on the stage, and your applause must be. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ 2 പുസ്തകങ്ങളും വെളിച്ചം തരുന്നത് പോലെ പുസ്തകങ്ങളാണ് പ്രകാശം തരുന്നത്. ഈ 2 പുസ്തകങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ, പ്രസാധനം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഈ അവസരം വലിയ ഒരു നേട്ടമായി ഞാൻ കാണുന്നു. കാരണം ഇത് സാധാരണ ഒരു പുസ്തകമല്ല, ഇത് ഹാസ്യം അല്ലെങ്കിൽ നർമ്മം ഉള്ള കൃതികളാണ്. ഈ നർമ്മരസായനം അല്ലെങ്കിൽ ഹാസ്യകർഷം എന്നൊക്കെ പറയുന്ന പദങ്ങൾ തന്നെ വളരെ ആലോചിച്ച് ഇട്ടിട്ടുള്ള പേരുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ, ഈ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം ശാന്ത പറഞ്ഞതുപോലെ മുമ്പത്തെ പോലെ ഇപ്പോൾ സന്തോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കെ ടി മുഹമ്മദ് ഒരു നാടകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നാടകത്തിൽ ഹാസ്യം ഉണ്ടാവില്ലേ, പാട്ടുണ്ടാവില്ലേ, നൃത്തം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ നാടകത്തിലെ കഥാപാത്രം പറയുന്നുണ്ട്, എൻ്റെ ജീവിതം, ഞാൻ കാണുന്ന ജീവിതത്തിൽ അതൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ നാടകത്തിൽ ഈ ഹാസ്യവും ഒക്കെ ഉണ്ടാവുക, അത് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നാട് ഇപ്പോൾ അത്രമാത്രം കുറെ പ്രശ്നങ്ങളിൽ എടുക്കുക. സമൂഹത്തിൽ കുറെ രോഗങ്ങളുണ്ട്. നമ്മളൊക്കെ രോഗികളാണ്, ഓരോ വ്യക്തികളും രോഗികളാണ്. നമ്മളൊക്കെ തന്നെ രോഗികളാണെന്നാണ് പറയുന്നത് സമൂഹത്തിൽ. അപ്പോൾ രോഗികൾ നിറഞ്ഞൊരു സമൂഹം, വളരെ രോഗഗ്രസ്തമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ആ രോഗം മാറ്റി ചികിത്സിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പല സ്ഥാപനങ്ങളുള്ളത്. രാഷ്ട്രീയം, അല്ലെങ്കിൽ നിയമവ്യവസ്ഥ,
വിദ്യാഭ്യാസം, സാഹിത്യം, പത്രപ്രവർത്തനം, മാധ്യമപ്രവർത്തനം തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ രോഗങ്ങളെ ചികിത്സിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്ഥാപനമാണ് സാഹിത്യം. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിരവധി കാലങ്ങളിലായിട്ട് നമ്മുടെ സമൂഹത്തിനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് സാഹിത്യം. ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല, ഭാവങ്ങളൊക്കെ പിന്നെ സംസാരിക്കാനില്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. മനുഷ്യനെ പലപ്പോഴും സാഹിത്യം സ്വാധീനിച്ചിട്ടുണ്ട്. വ്യക്തികളെ മാത്രമല്ല, വ്യക്തികളോടൊപ്പം രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റു ഓരോ ശാഖകളെയും നിയമത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾക്ക് സാഹിത്യം. ചികിത്സയില്, ആയുർവേദ ചികിത്സയില് ആസമുണ്ട്, അരിഷ്ടമുണ്ട്, കഷായമുണ്ട്, എണ്ണയുണ്ട്, കുഴമ്പുണ്ട്, ലേഹ്യമുണ്ട്, രസായനമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചികിത്സാ മാർഗങ്ങളിൽ ഒന്നാണ് രസായനം. കഷായം നമുക്കറിയാം. കഷായമാണ് ഒരു രോഗത്തിന്റെ ആത്യന്തികമായ ചികിത്സ നിശ്ചയിക്കുന്നത്. കഷായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. അതുണ്ടോ? അത് രണ്ടും ഈ ആസവരിഷ്ടത്തിന് സപ്പോർട്ടായിട്ട് ചെയ്യുന്നതാണ്. ചൂർണം മറ്റു പല കാര്യങ്ങളൊക്കെ. രസായനത്തിന്റെ ഒരു ദൗത്യം വേറെയാണ്. രസായനം എന്ന് പറഞ്ഞാൽ ഞാൻ അവതാരികയിൽ എഴുതിയിട്ടുള്ളത്, രസായനം മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി രോഗഗ്രസ്തമാകുന്നതിന് മുമ്പ്, രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ, അതിനു മുമ്പ് കഴിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ രോഗം വരാതിരിക്കുന്നതിന് മുൻകൂട്ടി കാണുന്ന ഒരു ചികിത്സയാണ് രസായനം നിർവഹിക്കുന്നത്. അപ്പൊ ആസ്യ രസായനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നർമ്മ രസായനം എന്ന് പറഞ്ഞാൽ, നർമ്മത്തിനെ നമ്മുടെ സമൂഹത്തിന്റെ രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രസായന ചികിത്സയാണ് ഈ കൃതിയിലൂടെ നിർവഹിക്കപ്പെടുന്നത്. പക്ഷി തിങ്കൾ പക്ഷി നീല താമര കുളത്തിൽ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാത്തിന് പേരുണ്ട്. ഓ തിങ്കൾ പക്ഷി നീല താമര കുളത്തിൽ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാത്തിന് പേരുണ്ട്. ഇളം തെന്നൽ ഉറങ്ങുമ്പോൾ ഇലക്കിങ്ങിണി കൂടിൽ തൂവെള്ള പുടവ ചുറ്റി തുളസി പൂമ്പടവിൽ ഉറങ്ങാത്ത നീകളുമായി ഉപവസിക്കുന്നതാരോ തിങ്കൾ പക്ഷി നീല താമര കുളത്തിൽ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാത്തിന് പേരുണ്ട്. താലോലം മണിപ്പൈതൽ നാൾതോറും വളരാൻ ആയിരം പൗർണമികൾ ആയുസ്സിൽ വിടരാൻ തളികായിൽ കളഭവുമായി തപസ്സു ചെയ്യുന്നതാരോ തിങ്കൾ പക്ഷി നീല താമര കുളത്തിൽ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാത്തിന് പേരുണ്ട്. എല്ലാവർക്കും നന്ദി. എനിക്ക് കുറച്ച് വേറൊരു പ്രോഗ്രാമിൽ പോകണമെന്നുണ്ട്. ഞാൻ പോവാനായിട്ട് സാറിൻ്റെ 2 ബുക്ക് വേണം. രണ്ടുപേരെ കവിത പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു രാത്രി കൂടി എന്നുള്ള കവിതയിലാണ്. പക്ഷേ ഇതിൻ്റെ സന്ദർഭം വേറെയാണ്. ആ വരികൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഈ ട്രൂത്തില്ല, എക്സ്പ്ലോറിങ് ട്രൂത്തില്ല, അത് ഏകദേശം അത് ആശയമായിട്ട് തന്നെയാണ്. അതായത് ഒരു തുള്ളി നേരിനെ പല പൊതിഞ്ഞു പല നിറമാർന്ന ചരടുകൾ ചുറ്റിയേ കിട്ടും. ഒരു തുള്ളി നേരിനെ
പല ഒരു തുള്ളി നേരിന് പല പൊതിഞ്ഞു പല നിറമാർന്ന ചരടുകൾ ചുറ്റിയേ. ഈ നിറമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. ഈ ഹാസ്യം അതുപോലെയാണ്. ഈ നിറം ഹാസ്യത്തിൻ്റെ ഈ നിറച്ചാടുകൾ ചുറ്റിയിട്ട് ഈ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സത്യമാണെന്ന് നമ്മൾ പറയുന്നത്. പ്രജ്ഞാഷാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും നിങ്ങൾ ഏറ്റവും വലിയ ഹാസ്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യവുമായിരിക്കും. ഇപ്പോൾ ഷായുടെ കാര്യം പറയുമ്പോൾ അതുപോലെ കാര്യങ്ങളെ പറയും. പുസ്തകത്തെ പറ്റി 1-2 കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ ജോലിക്കുള്ള എടുക്കത്തില്ല പത്രം. അതായത് ഈ ഷായും ചെസ്റ്റർട്ടണും അവർ രണ്ടൊരു സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ എപ്പോഴും ബദ്ധവൈദ്യകളാണ്. നമ്മുടെ EV കൃഷ്ണപിള്ളയും മുൻഷിപ്പരം പിള്ളയും മാതിരിയാണ്. ഈ ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ഒരുത്തർ ഭയങ്കര വണ്ണം, ഒരുത്തർ തീരെ മെലിഞ്ഞയാണ്. അപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ ഒരു ഒറ്റയടിപ്പാതയിലൂടെ ചെസ്റ്റർട്ടൺ അങ്ങോട്ട് പോകുന്നു, ബെർണാഡ് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ചെസ്റ്റർട്ടൺ പറഞ്ഞു, ബെർണാഡ് പറഞ്ഞു, ചെസ്റ്റർട്ടൺ നിങ്ങൾ വഴി മാറുമോ? അപ്പോൾ ചെസ്റ്റർട്ടൺ പറഞ്ഞു, ഞാൻ കഴുതകൾക്ക് വഴിമാറി കൊടുക്കാറില്ല. അപ്പൊ ഷാ പറഞ്ഞു, ഞാൻ മാറി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ പുള്ളി മാറിയുന്നു. അതുപോലെയാണ് ഷായുടെ ഒരുപാട് ഫലമുണ്ട്. അതിൽ കുഞ്ഞത്തമ്പേരുടെ കാര്യം പറയുമ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുള്ള, ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞത്തമ്പേര് ജീവിച്ചിരുന്നത് 1705 മുതൽ 1775 വരെയാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് കേരള ചരിത്രത്തിലെ വളരെ നിർണായകമായ, പ്രത്യേകിച്ചും തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ചരിത്രത്തിലെ വളരെ നിർണായകമായ കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അപ്പം ഈ ഒരു 1729 മാർത്താണ്ഡവർമ്മ ഈ പൂർണ്ണമായിട്ടും 29 മുതൽ 58 വരെയാണ്. അതിൽ ഒരു 1740 ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവർ ഈ അമ്പലപ്പുഴയ്ക്ക് കീഴടക്കുന്നത്. അതോടെ മാർത്താണ്ഡവർമ്മയുടെ ആശ്രമത്തിൽ അങ്ങോട്ട് പോയായിരുന്നു. അതുവരെ അമ്പലപ്പുഴ ജീവിച്ച ജീവിതം, അതും പാലിയത്തിൻ്റെ അവിടെ ജീവിച്ച ജീവിതം, അതും വേറെ ചില പ്രഭുക്കളുടെ ആശ്രയമായിട്ട് ജീവിച്ച ജീവിതം, ഇക്കാലത്ത് എഴുതിയ ഈ കാലഗണന അനുസരിച്ച് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അദ്ദേഹം എഴുതിയ കൃതികൾ നമുക്ക് നോക്കിയാൽ ആ കാലത്തെ രാജഭരണവും രാജാധികാരത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളെ അതാണ് സംഭവം. അപ്പൊ അതോടെ ആ ഒരു അവിടെ ഉരുണ്ടുകൂടി ആ ഒരു ഈ ജംഗ്ഷന്റെ അന്തരീക്ഷം മാറി കിട്ടി. അപ്പൊ അതുപോലെ അത്തരം ഈ സമൂഹത്തെ നവീകരിക്കാനുള്ള ശേഷി ഹാസ്യത്തിനുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വരാം. ഇപ്പൊ നർമ്മ രസായനം, ഞാൻ ആയുർവേദത്തിലെ രസായനത്തെ പറ്റി അല്ല പറയുന്നത്. നമ്മളൊരു നല്ല കഥ കേൾക്കുമ്പോൾ ചില പരിധി കേൾക്കുമ്പോൾ നല്ല രസമുണ്ടെന്ന് പറയാമല്ലോ. നല്ല രസമുണ്ട് എന്നുവെച്ചാൽ നമുക്ക് സന്തോഷത്തിന് വായി നൽകുന്നൊരു കാര്യമാണ്. ആ ഒരു നർമ്മത്തിലൂടെയുള്ള രസത്തിന്റെ ഒരു യാത്ര നമ്മുടെ മനസ്സിലൂടെ സംഭവിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോയി. അത് വ്യാകരണപരമായിട്ട് ശരിയാണോ എന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ ഈ രസവും മയനവും അത് ഞാൻ വേറെ രീതി നോക്കിയപ്പോൾ അതെനിക്ക് തോന്നി. ഈ രസം എന്ന് പറയുന്നതാണ് നമ്മളെ രസിപ്പിക്കുന്ന ഒന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹാസ്യമാണ്. നവരസങ്ങൾ നമ്മളെന്ന് പറയുന്നത്. അന്നു മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും വായിച്ചിട്ടുണ്ട്. ലേഖനങ്ങളായിക്കോട്ടെ, കവിതകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ. കഴിഞ്ഞ വർഷമാണ് കടൽ ചുരുക്ക് എന്ന നോവലിൻ്റെ പ്രകാശനം ഇതേ വേദിയിൽ നടന്നതിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ ഈ 2 പുസ്തകത്തിൻ്റെ പ്രകാശന വേദിയിലേക്ക് ഏറ്റുവാങ്ങാനായി എന്നെ ക്ഷണിച്ചതിൽ ആദ്യമായി എൻ്റെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഹാസ്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. നമ്മുടെ മലയാള സാഹിത്യത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ ചരിത്രം മുതൽ സഞ്ജയൻ, VKN, സുകുമാർ, ചെമൻ ജനോൻ തുടങ്ങി നിരവധി ഹാസ്യ സാഹിത്യകാരന്മാർ നമുക്കുണ്ടായിരുന്നു. ഹാസ്യം എന്നത് നമ്മുടെ നവരസങ്ങളിലൊന്നാണ്. ഹാസ്യം എന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള രസമാണ്. ഇവിടെ നർമ്മരസായനം എന്ന പുസ്തകമാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. രസായനത്തിന് ഇതുപോലെ 2 അർത്ഥങ്ങൾ കൽപ്പിക്കാം. രസവുമാണ്, അയനവുമാണ്, യാത്രയുമാണ്. അതുപോലെ തന്നെ രസായനം എന്ന ആയുർവേദ ഭാഷയും നമുക്ക് ഉപയോഗിക്കാം. മരുന്നുകൾ നമ്മൾ സേവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗത്തെ അകറ്റാനാണ്. തീർച്ചയായിട്ടും ഹാസ്യം, ഗൗരവപ്രധാനമായ ഹാസ്യം എന്നുള്ളത് സമൂഹത്തിൻ്റെ രോഗാതുരതകളെ അകറ്റുന്ന ഔഷധ തുല്യമായത് ഒന്ന് തന്നെയാണ് എന്ന് പറയാം. ഹാസ്യം എന്നത് കേവലമായ രസിക്കാനുള്ള ഒരു പ്രക്രിയയല്ല. ശരിയായിട്ടുള്ള ഹാസ്യം അത് സമൂഹത്തെ ശുദ്ധീകരിക്കാനാണ്. അങ്ങനെയാണ്. അപ്പൊ പല വിധത്തിലുള്ള ഹാസ്യഭാവങ്ങളുണ്ട്. അതായത് മിസ്റ്റർ ബീനിന്റെ ഒരു പല പേരുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ഹാസ്യം എന്ന് പറയുന്നത് ഒരേ ഒരു സംഭവം മാത്രമാണ്. ഇതിനൊരു ധാരാളം വെറൈറ്റീസ് ഉണ്ട്. സ്ലാപ്സ്റ്റിക് കോമഡി, ഡാർക്ക് കോമഡി. ഇപ്പോൾ ഒരു മോഹിനിയാട്ടം എന്ന് പറയുന്നൊരു ചിത്രം വന്നിട്ടുണ്ട്. അത് പറയുന്നത്
ദാറ്റ് കോമഡി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള കോമിക് സ്റ്റൈലുകളും അദ്ദേഹം ഫോളോ ചെയ്യുന്ന, അതായത് വേർഡ് ഉപയോഗിച്ചുള്ള അക്ഷരങ്ങളും വാക്കുകളും ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ. അത് നമ്മുടെ ചെമ്മന ചാക്കോയുടെയൊക്കെ ഒരു സ്റ്റൈലാണ്. അദ്ദേഹം ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചിയിൽ കായഗാന്ധിയും പ്രകൃതിയും പണ്ടേ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഗാന്ധിജി വീണ്ടും കൊച്ചിയിലേക്ക് വന്നപ്പോൾ കണ്ട കുട്ടികളോട് ചോദിക്കും, അവിടുത്തെ പയ്യന്മാർ, അതായത് ഹിപ്പികളൊക്കെയാണ് ബെൽ ബോട്ടം പാൻറ്റിട്ടവർ. അപ്പോൾ അവരോട് ചോദിക്കുമ്പം അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: കെട്ടിത്തൂങ്ങുവാൻ പോകുന്ന അപ്പൂപ്പൻ എന്നാ വേണം, കെട്ടിച്ചു തരാൻ വീട്ടിൽ പെൺമക്കളുണ്ടോ സൈസൻ. അപ്പോൾ ഗാന്ധിജി കാണുന്ന പുതിയ തലമുറ അങ്ങനെയാണ്. അതൊരു വിധത്തിലുള്ളൊരു കോമഡിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സ്റ്റൈല് ഹർഷംജിയുടെ എഴുത്തിലും നമുക്ക് കാണാൻ പറ്റും. ഈ പുസ്തകങ്ങളൊക്കെ അതിൽ ഒരു ചെറിയ ഭാഗം വന്നിട്ടുണ്ട്. അതായത് കുഞ്ചൻ നമ്പ്യാരെ പറ്റി ഇവിടെ പറഞ്ഞു. അത് വേറൊരു രീതിയിൽ, അതായത് രണ്ടേകാലെന്ന് കൽപ്പിച്ച രണ്ടേകാലെന്ന് കയ്യിലും ഉണ്ടോ കാലെന്ന് കണ്ടാല ഉണ്ടിയിലിന്ന് ഇത്ര നേരവും. അതായത് കവിതകളിലൂടെ അവർ സംസാരിക്കാറുണ്ട്. രണ്ടേകാലിടങ്ങളിൽ അരി കൊടുക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. പക്ഷെ അയ്യനും അവിടെ ഉള്ള മന്ത്രി അതും തന്നെ കൽപ്പിച്ചു. പക്ഷേ കൊടുക്കുന്നയാൾ ഉണ്ടോ കാലെന്ന് കണ്ടാൽ ആ കാലില്ലെന്ന്, മുടിയിൽ ഇന്ന് എത്ര നേരവും ഞാൻ ഇതുവരെ ഊണ് കഴിച്ചിട്ടില്ല, എനിക്ക് ഈ അരി കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കോമഡി ഇവർ പറയുന്ന ഒരു സ്റ്റൈല് കണ്ടു. പിന്നെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് നായർ വിശന്ന് വലഞ്ഞ് വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല. അത് വേറൊരു തരം കോമഡി. അതായത് ദേഷ്യം വന്നിട്ട് പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്ത് കിടന്ന് കഴിയുക. അതൊക്കെ വേറൊരു തരം കോമഡി. പിന്നെ ബഹുമാനം ആദരവോടുകൂടി ഞങ്ങളൊക്കെ ഒരുപാട് പ്രായ വ്യത്യാസമുള്ളവരാണ്. പക്ഷേ ഒരു അടുപ്പം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലെ സ്ഥിരപ്രതിഷ്ഠ മാസ്മരിക കഴിഞ്ഞ നമുക്ക് ചിലരെ കാണുമ്പോൾ ഇന്ദ്രൻസിനെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിരി വരും. പക്ഷെ ഇന്ദ്രൻസിനെ ഒരു തമാശ പറഞ്ഞാൽ പോലും അദ്ദേഹം ജീവിക്കുന്ന ഒരു ഹൃദയക്കാരനാണ്. അതുപോലെ തന്നെയാണ് ഹർഷൻ സാർ. ഹർഷൻ സാറിന് ചിലർ നമ്മോട് തമാശ പറയും. ആ തമാശ നമുക്ക് ഉൾക്കൊള്ളാനോ അത് ആസ്വദിക്കാനോ കഴിയില്ല. പക്ഷെ അവരെ ചിരിച്ച് ചിരിച്ച് നയിക്കുന്നുണ്ടാവും. കേൾക്കാൻ പറ്റുമായിരിക്കും. ഞാനൊരു പ്രാസംഗികയല്ല. അക്ഷരനഗരിയിൽ നിന്നും ഈ IT-യുടെ ആധിപത്യമുള്ള ഈ ബാംഗ്ലൂരിലേക്ക് ഞാൻ ചേക്കേറിയിട്ട് ഏകദേശം 15 കുഴപ്പമില്ല പറയാമോ സാറിനെ കുറിച്ച് എന്തെങ്കിലും തീർച്ചയായും. ഒരു 15 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ ബാംഗ്ലൂർ നഗരത്തിലെത്തിയത്. പക്ഷേ ഇത്രയും സമ്പുഷ്ടമായൊരു കാവ്യലോകം ഈ ബാംഗ്ലൂരിലുമുണ്ട് എന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. കാരണം മലയാള മിഷനുമായി ഒക്കെ പ്രവർത്തിക്കുന്ന ആ സമയത്ത് സതീഷ് തോട്ടശ്ശേരി സാറാണ് ശരിക്കും ഹർഷൻ സാറിൻ്റെ നമ്പർ എനിക്ക് തന്നത്. അവിടെയും ഇവിടെയുമൊക്കെ കുറച്ച് വരികൾ കുറിക്കുമെങ്കിലും ഇവിടെ പ്രേം പറയുകയുണ്ടായി, ചില നമ്മൾ കവിതയോ കഥയോ എഴുതുമ്പോൾ അത് മറ്റുള്ളവർ വായിക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി തന്നെ എഴുതണം അല്ലേ. പക്ഷേ പുസ്തകത്തിനകത്തൊളിപ്പിച്ച മയിൽപ്പീലി പോലെ കുറേ സാഹിത്യ സൃഷ്ടികൾ എഴുതുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് ലോകം കാണുവാൻ അല്ലെങ്കിൽ ലോകത്തെ കാണിക്കുവാൻ ഒരു തരം ഒരു വിമുഖതയുള്ള കുറേ പുതിയ തലമുറയിലുള്ള ആൾക്കാരുമുണ്ടാവും. അതിലൊരാളാണ് ഞാൻ. ഇവിടെ വന്നപ്പോഴാണ് ഫോണിൽ കൂടി പരിചയപ്പെട്ട പലതരം സാഹിത്യ വേദികളുടെ സ്ഥാപകാംഗങ്ങളെയും മറ്റുള്ളവരെയെല്ലാം പരിചയപ്പെടുവാൻ സാധിച്ചത്. അതിന് വളരെയധികം സന്തോഷം. അപ്പോൾ ഹർഷൻ മാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം 24 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്ന വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ അന്ന് കേട്ടത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അത് അത്യത്ഭുതമായി എന്ന് വേണം പറയാം. കാരണം ഈ ഒരു പ്രായത്തിലും നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു വളരെ നല്ലൊരു മാതൃക തന്നെയാണ് ഹർഷൻ സാർ. തീർച്ചയായിട്ടും
എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. അദ്ദേഹത്തിന് ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാനൊരു പ്രാസംഗികയല്ലാത്തതുകൊണ്ട്, പിന്നെ 1000 ശ്ലോകങ്ങൾ പഠിച്ചവർ അരക്കവി എന്ന് പറയും. ചെറുതിലെ മുതലേ അക്ഷരശ്ലോകവും എല്ലാം പഠിച്ചാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ സാറിന് വേണ്ടി ഒരു ചെറിയ ശ്ലോകം എഴുതിക്കൊണ്ട് അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത്. വേറെ കാര്യം, ചെറുകഥ, എഴുത്ത്, പിന്നെ ഹാസ്യം, കവിത, അങ്ങനെ എല്ലാ തരത്തിലുള്ള സാഹിത്യ സമാഹാരങ്ങളും എഴുതിയ ഒരു ബഹുമുഖ പ്രതിഭ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കവിത എഴുതാനാണ് ഞാൻ ശ്രമിച്ചിരിക്കുന്നത്. ചെറുകഥയുമെഴുത്തും കൂടെ നർമ്മം പടർത്തും നിറചിരി പൊലിയിക്കും ഹാസ്യസൂനം വിടർത്തും കവിതയിലുടനീളം ഹർഷസാമർഥ്യമേകി നവവിജയമൊരുക്കാനേകിടാം മംഗളങ്ങൾ. മാലിന്യ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു തവണ കൂടി ചൊല്ലി ഞാൻ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി. ചെറുകഥയും എഴുത്തും കൂടെ നർമ്മം പടർത്തും നിറചിരി പൊലിയിക്കും ഹാസ്യസൂനം വിടർത്തും കവിതയിലുടനീളം ഹർഷസാമർഥ്യമേകി നവവിജയമൊരുക്കാനേകിടാം മംഗളങ്ങൾ. ഇത് ഒരു കാർഡ് രൂപത്തിലാക്കി ഞാൻ ഇന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഗാഡ്ജറ്റ് പോലെ എല്ലാ ഗാഡ്ജറ്റും സമ്മതിച്ചില്ല. എൻ്റെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം അതാണ് ഫസ്റ്റ് പരിപാടി. അതിനുശേഷം പരിപാടി ഈ ഒരു സദസ്സിൽ എന്നെ 2 വാക്ക് പറയാൻ ക്ഷണിച്ചത് സന്തോഷമുണ്ട്. ഹാസ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഹാസ്യ ക്ലബ്ബുകൾ വരുന്നുണ്ട്. എറണാകുളം, തിരുവനന്തപുരമൊക്കെ നമ്മുടെ ഏഷ്യാനെറ്റ് തമ്മിൽ പരിപാടിയിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടി ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ തന്നെ മടി ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നോട് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ അവരടുത്ത് കഴിഞ്ഞാൽ അടിപൊളി നമ്മൾ വിചാരിച്ച പോലത്തെ ആളില്ല എന്നാണ് പറയാം. സത്യം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് തമാശകളുണ്ടായി. ഞാൻ കല്യാണം കഴിഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഈ വാട്സപ്പും സാധനമൊന്നും വന്നിട്ടില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഇവൻ അവിടുന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വരുന്നത്. എൻ്റെ വൈഫ് എന്നേക്കാൾ നല്ല സുന്ദരിയും വെളുത്ത നല്ലൊരു സുന്ദരിയും. ഇവൻ കണ്ട ഉടനെ എന്നെ വിളിച്ചു. ഞാൻ ആകെ ഇതായിപ്പോയി. എൻ്റെ നിന്റെ കളറ് ചുരുക്കലും കിട്ടില്ല ഈ പെണ്ണിനെ. ഞാനിപ്പോൾ ആരോട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ചിരിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു തമാശ നമുക്ക് തമാശയായി തോന്നും. കാരണം എൻ്റെ കളർ വെച്ചിട്ട് ഒരിക്കലും എനിക്ക് അത്രയും ഒരു വെളുത്തിൽ പെണ്ണ് കിട്ടില്ല എന്ന് പറയുന്നത് അവൻ്റെ ഒരു മൈൻഡ് അങ്ങനെ. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ സുന്ദരൻ എന്നാണ് പേര്. പക്ഷെ ആള് ഞാൻ എന്ത് പറയല്ലോ, നല്ല കറുത്ത് കാണാൻ സുന്ദരനല്ല, പക്ഷെ വളരെ മനോഹരമായി പാടും. നല്ലൊരു സംഗീത സംവിധാനം കൂടിയാണ്. അപ്പോൾ അവൻ്റെ അമ്മോട് അങ്ങനെ പലരും പറയത്തരാ, മോൻ എന്തെങ്കിലും ഇത്ര കറുത്ത്, എൻ്റെ മോന് സൗന്ദര്യ ശാപമാണ് അവൻ്റെ അമ്മ എല്ലാവരോടും പറയാറുണ്ട്. അങ്ങനെ പല നമ്മൾ അതൊന്നും അവർ മനസ്സിൽ തട്ടിയിട്ടുള്ള തമാശയല്ല, പക്ഷെ അത് യാദൃശ്യമായിട്ട് വരുന്ന ചില തമാശകൾ. അപ്പോൾ തമാശ സത്യത്തിൽ അത്യാവശ്യമാണ്. പലരും എന്താ പറയുക, ഈ എഴുത്തുകാരുടെ ഉള്ളിൽ സാഹിത്യകാരന്മാരുടെ ഉള്ളിലൊക്കെ ഭയങ്കര ഗൗരവമായിട്ട് മുഖം പിടിച്ചിരിക്കുന്നവരെ കാണാൻ പറ്റുള്ളൂ. തമാശ പറയുന്ന ആൾക്കാരെ വളരെ അപൂർവം കാണാറുള്ളൂ എഴുത്തുകാരുടെ ഉള്ളിലൊക്കെ, അല്ലേ? കലാകാരന്മാർ, പ്രത്യേകിച്ച് കലാകാരന്മാർ. എന്നും ഞാൻ പൊങ്ങിയും അങ്ങനെ ഇവിടെ എല്ലാവരുടെയും കൂടെ പരിചയപ്പെടാനും ഇവിടെ എല്ലാവരുടെയും കവിതകൾ വായിക്കാനും ആസ്വദിക്കാനും ഉള്ള ഒരു സന്ദർഭം ഉണ്ടായി. ഇടക്കാലത്താണ് കർഷക് സാറിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അറിയാമെങ്കിലും ഈ ഇടക്കാലത്താണ് അദ്ദേഹത്തിന് ഞാൻ കൂടുതൽ പരിചയപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണത്തിലും ഹാസ്യം നിറഞ്ഞ സംഭാഷണം. പക്ഷെ അദ്ദേഹം ചിരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചിരുന്ന മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളൊരു ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ചിരിപ്പിക്കുക, അതുപോലെ തന്നെ ആ ചിരിയിൽ എന്താ അടങ്ങിയിരിക്കുന്നവർ നമ്മൾ ചിന്തിപ്പിക്കാനുമുള്ള ഭാഷ അദ്ദേഹത്തിനുണ്ടായി.
ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയം ഒരുപാടായിരിക്കുന്നു. അപ്പോൾ നർമ്മരസായനം എന്ന കാർഷിക ഹാസ്യ ദർശനത്തിൻ്റെയും പ്രകാശനം നടന്നിരിക്കുന്ന ഈ വേളയിൽ എനിക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ രചയിതാവായ കക്ഷ സാറിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗിക്കുന്നു. Book launch set. It's a great pleasure for me today to stand here. I would especially acknowledge Sir, who is a well-known Malayalam and English writer. His dedication towards the literary world, and he's more into writing. At this stage, it's a great opportunity, me meeting him in a big crowd, that he's able to do such things. Like me, I'm not into a writing world, so he is a very big dedication to all the people here. And moreover, his dedication towards writing is more an inspiration to the young generation like us. Thank you. Being very active in this literature. Thanks a lot. രണ്ട് പുസ്തകങ്ങളായി അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ചെയ്യുന്നു, അതിൻ്റെ DTP ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് സലീം സാറാണ് അത് ഇനീഷ്യൽ എഫേർട്ട് എടുത്തത്. അപ്പം ഇതിന് പ്രധാന കാരണം ഹാസ്യം മരിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഹാസ്യം സമയത്തിന് അതീതമല്ലാതിരിക്കാം. ഒരു 70-ൽ പറഞ്ഞ ഹാസ്യങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഹാസ്യമല്ലാതാവാം. പക്ഷെ നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്നു, ആ ഹാസ്യം മനസ്സിലാവണമെങ്കിൽ. അല്ലെങ്കിൽ 80-കളിലെ ഹാസ്യങ്ങൾ ഇപ്പോഴത്തെ 80-കളിൽ ഇറങ്ങിയ സിനിമകൾ തന്നെ എല്ലാവരും സിനിമകളുകാരും പറയുന്നുണ്ട് പറഞ്ഞാണ്. ചില സമയത്ത് ഇപ്പോഴും ആ ഹാസ്യം അല്ലാതാന്ന് തോന്നുന്നത്. പക്ഷെ നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ആ കാലത്ത് അങ്ങനെ ആയിരുന്നു, ആ കാലത്ത് മൊബൈൽ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ബസ്സുകൾ കുറവായിരുന്നു എന്നുള്ള ചിന്തകളോട് നമ്മളിൽ വരേണ്ടിയിരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു കായാവും എഴുതുമ്പാലയും എന്ന നോവൽ വായിച്ച സമയത്ത് ഒരാൾ പറഞ്ഞു, ഇത് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് കണക്ട് ആവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആ സമയത്തേക്ക് ആ കാലത്തേക്ക് നിങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാലും നിങ്ങൾക്ക് അത് കണക്ട് ആവുള്ളൂ. ഞാനൊരു MBA മാർക്കറ്റിംഗ് ആയതുകൊണ്ടാണ് എൻ്റെ ബുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പണ്ട് പറഞ്ഞില്ലേ, സീസറിനെ കുറിച്ച് പറയുന്ന സമയത്ത് യൂട്യൂബ് ബ്രൂട്ടസ് നല്ലവനാണെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പുസ്തകങ്ങൾ പറയും കേട്ടോ. അതെൻ്റെ ശീലമാണ്, ഞാനാണല്ലോ അതിൻ്റെ പബ്ലിഷിങ് ചെയ്തത്. അപ്പം ഈ ഹാസ്യങ്ങൾ കാലങ്ങൾക്ക് അതീതമല്ല, അതുപോലെ തന്നെയാണ് കഥകളും കാലങ്ങൾക്ക് അതീതമല്ല. കൃഷ്ണസാറിൻ്റെ കഥകളും കാലങ്ങൾക്ക് അതീതമല്ല. ചില സമയത്ത് നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ കരുതാൻ. എന്നാലും നമ്മൾ കഥകൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പറഞ്ഞ പോലീസുകാരൻ്റെ രമേശ് ചേച്ചി പറഞ്ഞ പോലീസുകാരൻ്റെ കഥകൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ അത് ആ സമയത്ത് നല്ല കഥകളായിരുന്നു. ഇപ്പോൾ കൃഷ്ണസാർ എയർ ഇന്ത്യയിലത്തെ പല തമാശ കഥകളും പറയാറുണ്ട്. അപ്പൊ അതൊരു പക്ഷേ പലയിടത്തും പറഞ്ഞായിരിക്കും, പല സിനിമകൾ വന്നതായിരിക്കും. പക്ഷേ ആ കാലത്ത് അത് നല്ല തമാശകൾ തന്നെ ആയിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ കാലത്തിന് അനുസരിച്ച് പോകുന്ന സമയത്ത് ആ കാലം മറക്കരുത്. ഇപ്പോഴും വേണ്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ പഴയ കാലത്ത് ഇന്ന് നടന്നിട്ടുണ്ട്, അതങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓർക്കുമായിരിക്കും, മോശപ്പെട്ട കാര്യങ്ങൾ. അതുമാത്രമല്ല, ആ കാലത്തേക്ക് തിരിച്ചുപോയി അതിൻ്റെ തമാശകൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചത്, ഞാനും സലീം സാറും ഇതിൽ ശ്രമിച്ചത്, കുറേ മണിക്കൂറുകൾ ഇതിൽ ചെലവഴിച്ചതിൻ്റെ ഫലമാണ് ഈ പുസ്തകം ഹാസ്യവർഷം എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തമാശകൾ വായിച്ചും അറിയണം, കേട്ടും അറിയണം. അത് രണ്ടിൻ്റെ തമാശകളുടെയും തലങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ചില തമാശകൾ പറഞ്ഞു തന്നെ അറിയേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ ഒരു സിനിമക്ക് പോയിരുന്നു. എല്ലാ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ. ഞാൻ സെൻസർ ബോർഡിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിലൊരു പ്രിവ്യൂ, ഒരു കൊങ്കണി സിനിമയായിരുന്നു. കൊങ്കണി സിനിമയാണ് അവർ അപ്ലൈ ചെയ്തത്, കൊങ്കണി സിനിമയായിരുന്നു. പക്ഷേ അത് കാണുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്ന ഒരു ഡയലോഗ് തുളുവിലാണ്. അപ്പോൾ ഇത് തുളുവാണ്. പിന്നെ പോകുന്ന സമയത്ത് അതിൽ ബാരി ലാംഗ്വേജ്, കാസർഗോഡിലെ വേറൊരു ഭാഷയാണ് ബാരി എന്ന് പറയുന്നൊരു കന്നഡയും തുളുവും മലയാളം എല്ലാം മിക്സ് ചെയ്ത് അതും വരുന്നുണ്ട്. ഒരു കടയിൽ കയറി പോകുന്നു. അപ്പോൾ അതിൻ്റെ തമാശയും അവിടെ ഈ 3 ഭാഷക്കാർക്കും അതിൻ്റെ തമാശ മനസ്സിലാവുന്നുണ്ട്. അത് അത്രത്തോളം അറിയാത്ത എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ തമാശകൾ, ആശയങ്ങൾ. അതിൽ കൂടെ വരുന്നത് മലയാളവും വരുന്നുണ്ട്. അപ്പോൾ 4 ലാംഗ്വേജ്, 4 ഭാഷകളാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. ഇപ്പം 7 ഭാഷകളുടെ നാട് എന്ന് പറയുന്ന കാസർഗോഡ്, മഞ്ചേശ്വരം അല്ലെങ്കിൽ ആ ഏരിയയിൽ അത് ശരിക്കും അതിൽ തമാശകൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിനിമകളിലെ തമാശ
കാലങ്ങൾ കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയിലെ തമാശകൾ ഒരുപക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആവാം. പക്ഷെ നമ്മൾ ആ കാലത്തേക്ക് തിരിച്ചു പോകുന്ന സമയത്താണ് ആ കഥകൾ അതിൽ തമാശകൾ മനസ്സിലാവുന്നത്. ഹർഷൻ സാറിന്റെ പുസ്തകത്തിലത്തെ വേറൊരു കാര്യം സഭ്യമായ ഹാസ്യം. ഇപ്പോഴും നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ചില വൃത്തികേടുകൾ പറഞ്ഞിട്ട് ആളുകളെ ചിരിപ്പിക്കുക. അത് സ്റ്റേജ് പ്രോഗ്രാമായാലും ശരി, ചില സ്കിറ്റ് പ്രോഗ്രാമായാലും ശരി, അതിലൊക്കെ കുറെ വളിച്ച തമാശകൾ പറഞ്ഞിട്ട് ചിരിപ്പിക്കുക എന്നുള്ളതല്ല. അതല്ല തമാശ. അതൊരു പക്ഷേ അരോചകമായിരിക്കാം, പലർക്കും അരോചകമായി തോന്നിയേക്കാം. പക്ഷേ ഹർഷൻ സാറിന്റെ പുസ്തകത്തിലെ അങ്ങനെയുള്ള അരോചകമാകുന്ന തമാശകളല്ല നമ്മൾ വായിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സഹവർത്തിത്വം. ഇപ്പം എസ് കെ നായർ സാർ പോയല്ലോ, സഹവർത്തിത്വം എന്ന് പറയാറുണ്ട്. എന്നിരുന്നാലും ചില എഴുത്തുകാരെ ഈ സാഹിത്യ സമൂഹത്തിൽ, നമ്മുടെ ബാംഗ്ലൂരിലെ സാഹിത്യ സമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചില ആൾക്കാരെ ഔട്ട്കാസ്റ്റ് ആയിട്ട് നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഈ സഹവർത്തിത്വം എന്നുള്ളത് കൊണ്ട് എന്താണ്, എല്ലാവരും കൂടെ നിൽക്കുക, എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരാളുടെ മിസ്റ്റേക്ക് കണ്ട്, അല്ലെങ്കിൽ ഹർഷൻ സാറിന്റെ മേലെ ഒരു മിസ്റ്റേക്ക് അടിച്ചേൽപ്പിച്ച് അയാൾ അങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്, അയാളുടെ സ്വഭാവം അങ്ങനെയാണ്, അയാളുടെ തമാശ കൊള്ളില്ല, അയാളുടെ സംസാരം കൊള്ളില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല വേണ്ടത്. നമ്മൾക്ക് കൊള്ളാവുന്ന രീതിയിൽ ഓരോരാളെയും കൂടെ നിർത്തുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് സാഹിത്യത്തിന്റെ കൂട്ടായ്മ എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ മാറ്റി നിർത്തുക എന്നതല്ല. ഈ പുസ്തകത്തിൽ പ്രൂഫ് റീഡിങ്ങിൽ ചെയ്തൊരു മിസ്റ്റേക്ക് കൂടി ഞാൻ അഡ്മിറ്റ് ചെയ്തേക്കാം. അതിൽ ആക്ച്വലി വേറൊരു പബ്ലിഷറെ കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അത് വേണ്ട, ഹർഷൻ സാർ തന്നെ പബ്ലിഷ് ചെയ്യാവുന്ന രീതിയിലാണ് ആ പുസ്തകം വന്നത്. ഈ ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനത് പ്രൂഫ് നോക്കിയിട്ടില്ല. അതിന്റെ പ്രൂഫ് നോക്കേണ്ട ചുമതല എനിക്കായിരുന്നില്ലല്ലോ. അപ്പൊ ഞാനത് നോക്കിയില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് നിങ്ങൾക്ക് മറക്കാൻ വേണ്ടിയിട്ട് ഒരു ഉൾപ്പെട് അവിടെ തയ്പ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റും. ഈയിടെ ഒരു പുസ്തകം സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ DTP ഡിസൈനും എല്ലാം ചെയ്തു കൊടുത്തു. പിന്നീട് അവർ പറഞ്ഞു അത് ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത ശേഷം അവർ പറഞ്ഞു ഇതൊക്കെ പാസ് എന്ന് പറഞ്ഞ് അവർ വിട്ടു. സാഹിത്യ അക്കാദമി എന്നോട് ചോദിച്ചു, ഈ ബുക്ക് ഓക്കെയാണ്, നിങ്ങൾ ഫൈനൽ ബില്ല് അയച്ചോളെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഈ പുസ്തകം പ്രൂഫ് റീഡിങ് ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ തന്നെ പ്രൂഫ് റീഡിങ് ചെയ്തു. അതിൽ ഓരോരോ പേജിലും ഓരോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 300 പേജിൽ 300 മിസ്റ്റേക്ക് എന്ന് കാൽക്കുലേഷൻ ചെയ്തോളൂ. ആ പ്രൂഫ് റീഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം ഞാൻ രാവിലെ ഇപ്പോഴും ഇവിടെ വന്ന സമയത്ത് പുസ്തകങ്ങളുടെ ഞാൻ സലീം സാർ പറയുന്നു, പുസ്തകങ്ങളുടെ പോയി. ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ കേരള സർക്കാർ കൊണ്ടുപോയിരിക്കും പോയത് കാര്യം. അപ്പൊ പ്രൂഫ് റീഡിങ് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് നമുക്ക് ആർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഇതിൽ ആ മിസ്റ്റേക്ക് ഞാൻ തന്നെ ഏറ്റെടുക്കാൻ തോന്നുന്നു, വേറെ ആരും ഏറ്റെടുക്കാനില്ലല്ലോ ഇപ്പോഴും. പിന്നെ കൃതികൾ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കൃതികളുടെ ഒരു സൃഷ്ടി എഴുതുന്ന സമയത്ത് അത് നാലാൾ കാണാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അത് ഏത് മാഗസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്നത് 4 പേര് വായിക്കണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം, കേൾക്കണം എന്ന രീതിയിലാണ്. ചില പുസ്തകങ്ങളിലൂടെ ഇറങ്ങുന്നതൊക്കെ നമ്മൾ 100 പേര് ഒരു ബുക്കിൽ എഴുതുന്നു. അപ്പൊ ആ 100 പേര് മാത്രമേ പുസ്തകം വാങ്ങുന്നുള്ളൂ, വേറെ ആരും വാങ്ങുന്നില്ല. കാരണം അതിന് വില എത്രയാണ്. അപ്പൊ അത് എന്റെ കഥ വായിക്കാൻ ഞാൻ ആ പുസ്തകം വാങ്ങേണ്ട ആവശ്യമുള്ളൂ. ഞാൻ വാങ്ങേണ്ടത് ആ പുസ്തകം വാങ്ങുന്നത് നിങ്ങളുടെ കഥ വായിക്കാനാണ്. എനിക്ക് നിങ്ങളുടെ കഥ വായിക്കാൻ താല്പര്യമില്ലാന്ന് വെച്ചാലോ ഞാൻ വാങ്ങുന്നില്ല പുസ്തകം. അപ്പൊ 100 പേര് ചേർന്ന് ഒരു പുസ്തകത്തിൽ 100 പേരുടെ കഥകൾ ആക്ടോളജി ഇറങ്ങി കഴിഞ്ഞാൽ ആ 100 പേര് മാത്രമേ വായിക്കുന്നുള്ളൂ. അപ്പൊ അതിനേക്കാൾ നല്ലത് ഹർഷൻ സാർ ചെയ്യുന്ന പോലെ ഇങ്ങനെ എല്ലാ കൃതികളും ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി ഇറക്കുക. അപ്പൊ പഴയ മാഗസിനുകളിലും പല വാരികളിലും വന്ന സൃഷ്ടികൾ ഹർഷൻ സാർ കളക്ഷൻ എടുത്ത് ചെയ്ത് ക്രോഡീകരിച്ച് പുസ്തകമാക്കുന്ന സമയത്ത് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ വില 100 രൂപയുള്ളൂ. അപ്പൊ ആൾക്കാർ കൂടുതൽ വാങ്ങുന്നു, അല്ലാതെ 600 രൂപ 700 രൂപ എടുത്ത് വാങ്ങാൻ നിൽക്കില്ല. ഈയിടെ കഴിഞ്ഞ വർഷം എന്റെ പുസ്തകം റിലീസ് ചെയ്ത സമയത്ത് എന്റെ വിഷമം പറയല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാണ്. നിങ്ങൾ തന്നെ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. എന്റെ പുസ്തകത്തിന്റെ വില 200 രൂപയായിരുന്നു എന്റെ പുസ്തകത്തിന്റെ വില. അപ്പൊ ഞാൻ ആരോട് ചോദിച്ചു, നിങ്ങളുടെ പുസ്തകം വാങ്ങുന്നു.
ഇല്ല എൻ്റെ കയ്യിൽ 200 രൂപ ഇല്ല. വേണ്ട, എനിക്ക് 200 രൂപ വേണ്ട, ഞാൻ അതിന് ഫ്രീ പുസ്തകം കൊടുത്തു. എന്നിട്ട് ഞാൻ കുറേ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ അയാൾ വീണ്ടും വന്ന് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാനത് വാങ്ങിച്ചു, അത് 900 റുപ്പീസാണ് ഞാനത് കൊടുത്ത് വായിച്ചു. അതൊരു ഫേമസ് ആയ എഴുത്തുകാരൻ്റെ പുസ്തകം ആയതുകൊണ്ട് 900 റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കാം. പക്ഷെ എൻ്റെ പുസ്തകം 100 കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. അവരുടെ ചിന്താഗതി നോക്കണം. നിങ്ങൾ പുസ്തകം നിങ്ങൾ വിഷമിച്ച് ബുദ്ധിമുട്ടി ഇപ്പൊ എൻ്റെ പുസ്തകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈ സാറിന് ഈ പുസ്തകത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ നമ്മളൊരു 100 കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അങ്ങനെ അടുത്ത പുസ്തകം ഇറക്കാനുള്ള പ്രചോദനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞാനൊരു കാര്യം കൂടെ പറയാം. ഈസിയിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പുസ്തകം എപ്പോഴും എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ വിളിച്ചു, പ്രേമന്റെ പുസ്തകം കാണട്ടെ. ഞാൻ കൊടുക്കുമായിരുന്നു, പക്ഷേ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രേമന്റെ പുസ്തകം കാണട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു. അപ്പം ഒരു ക്യാമറാമാനോട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്യാമറാമാനോട് പുസ്തകം പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു ആ ക്യാമറാമാനോട്. അപ്പം അങ്ങനെ എന്നെ വിളിച്ചു, ബുക്ക് തരുന്നതായിട്ട് ഫോട്ടോ എടുക്കാമോ എന്ന് വെച്ചാൽ ഞാൻ ബുക്ക് കൊടുക്കുന്ന ഫോട്ടോ അങ്ങനെ എടുത്തു. അതേ ഫോട്ടോ എടുത്തു. അങ്ങനെ കൊടുത്ത ബുക്ക് ഞാൻ തിരിച്ചു വാങ്ങിക്കാൻ പറ്റും. മോശമല്ലേ? എനിക്ക് ഇച്ചിരി നടക്കുന്നുണ്ടാവില്ല. ഞാൻ പിന്നീട് പുസ്തകം തിരിച്ച് വാങ്ങിച്ചില്ല. അപ്പൊ പുസ്തകം വാങ്ങിക്കാനുള്ള ട്രിക്ക് അങ്ങനെ ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കും. ഞാൻ ഫ്രീ കൊടുക്കുകയായിരുന്നു. ഒരു ദിവസം എൻ്റെ കാറിൽ ഞാൻ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ കാറിന്റെ പിന്നിൽ ഒരാൾ ഇരുപതായിരുന്നു. കാറിന് ബുക്ക് ഉണ്ടായിരുന്നു. അയാൾ ഇറങ്ങുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്തിട്ട് അയാൾ പോയി. പക്ഷെ അതല്ല രീതി. ഇതിന്റെ ഒരു എഫേർട്ട് പുസ്തകം ചെയ്യുന്ന സമയത്ത് 130 രൂപയുടെ പുസ്തകം നമ്മൾ ഇറക്കുന്ന സമയത്ത് ആ ലക്ഷം സാർ എടുക്കുന്നതിന്റെ എഫേർട്ട് ഓരോരാളും പുസ്തകത്തിന്റെ എഫേർട്ട് നമ്മൾ അറിയണം. അതിന് മാർക്കറ്റിംഗ് ചെയ്യാൻ സാറൊക്കെ 50 കോപ്പി 20 കോപ്പി 100 കോപ്പി മാത്രമേ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് അത്ര അതിന്റെ അവസ്ഥ വരുന്നത്? നമ്മൾ വാങ്ങുന്നില്ല എന്നാണ് അവസ്ഥ. സംസാരിക്കാൻ അവസരം കൊടുത്ത ശേഷം എനിക്ക് സംസാരിക്കാനാവുമ്പോൾ ഇതേപോലെ ആവശ്യമായ എന്താ അവസ്ഥയാണ് ഇപ്പോഴും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എത്ര സംസാരിക്കണമെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. മൈക്ക് പ്രശ്നമല്ല എനിക്ക്. കാരണം എന്താ വെച്ചാൽ പതുക്കെ പറഞ്ഞാൽ പറൂര് കേൾക്കാൻ ശബ്ദം അങ്ങനെ സിദ്ധിയിരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന ഇതിലുണ്ടല്ലോ. അതിലുണ്ട്. പിന്നെ ഒറ്റമുലികയായിട്ട് സൈഡായിട്ട് കയ്യിലിട്ട് ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ശബ്ദം ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിനുള്ള ഒറ്റമുലിക ഇട്ട് കയ്യിൽ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പുസ്തകത്തിന്റെ ഈ പ്രകാശനത്തിന് എനിക്ക് പൂർണ്ണ
സഹകരണം നൽകിയിട്ടുള്ള ആൾ സലീം കുമാറാണ്, പിന്നെ ഡോക്ടർ പ്രേംരാജാണ്. ഇവർ രണ്ടുപേരെ പ്രത്യേകിച്ച് സലീമിൻ്റെ സഹകരണം ഉണ്ടായില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ കാണില്ലായിരുന്നു. അദ്ദേഹത്തിനൊരു വലിയ കൈക്കൂട്. ഇത് 50 കൊല്ലമായിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ച പല മാസികകളിലെയും കോപ്പികൾ പൊടി വെച്ചിട്ട് എൻ്റെ റൂമിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് എടുക്കാനായിട്ട് ഞാൻ ഒരിക്കൽ ശ്രമിച്ചെങ്കിലും ഈ പൊടി കാരണം അത് ഒരു കൈവിട്ട് പൊടി പോവുകയും ചെയ്ത്. കാരണം പൊടി പോയി കഴിഞ്ഞാൽ ചുവ വരും, നമ്മുടെ ലങ്സിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം അപേക്ഷിച്ചുകൊണ്ടാണ് ഈ വിശിഷ്ട വ്യക്തി സലീം കുമാർ എനിക്ക് ഇത് എടുത്തത്. 2 ഭാഗമായിട്ട്, ഒന്ന് സലീമിനും ഒന്ന് കിഷോറിനും പങ്കുവെച്ച് കൊടുക്കുകയായിട്ട് അവിചാരിതമായിട്ട് ചില രചനകളിൽ സാമ്യം അതുകൊണ്ട് വന്നിരിക്കാം. എനിക്കത് നോക്കാൻ പറ്റില്ല. ഇവിടെ പ്രൂഫിലും ചില തെറ്റുകളുണ്ടായിട്ട് ഞാൻ കൂടുതൽ ദീർഘിച്ചിട്ട് സംസാരിക്കുന്നില്ല. ഇത് ഈ പുസ്തകത്തിലെ ശരിയായിട്ട് വിലയിരുത്തി സംസാരിച്ച ശ്രീമതി ഇന്ദിര ഇതിലെ ദാർശനിക മൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ വെറുതെ പൊട്ടിച്ചിരിക്കാൻ വേണ്ടി തമാശകൾ പറയുന്നതിൽ അർത്ഥമില്ല. അതിൽ ഒരു സാമൂഹ്യ വിമർശനമുണ്ടെങ്കിൽ അത് ചിന്തിപ്പിക്കാനും സമൂഹത്തിനും നന്മ ഉണ്ടാകുന്നു എന്നുള്ള ഘട്ടത്തിലാണ് ശ്രീമതി ഇന്ദിരയുടെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ശ്രദ്ധേയമായ വാക്കുകൾക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ അടുത്തതായിട്ട് ശ്രീമതി രമാ പിഷാരിണി എൻ്റെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഫലിതം കലർത്തി സംസാരിക്കുമ്പോൾ, പക്ഷേ അത് ഒരു സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ളതാണെങ്കിൽ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഫലിതമായിരിക്കും. അപ്പോൾ കുഞ്ഞിത്തമ്പേരെ പറയുകയാണെങ്കിൽ അദ്ദേഹം ചിരിപ്പിക്കുകയും ചെയ്യും, സാമൂഹ്യ പ്രതിബദ്ധതയോട് പറഞ്ഞത്. ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ ഇവിടെ കിഷോർ പറയുന്നതല്ല കുഞ്ഞിത്തമ്പേരെ കുറിച്ച്, അതിൽ അദ്ദേഹത്തിന് 2 വരി പറയുന്നുണ്ട്. നമ്മൾ കേട്ടാ ചിരിക്കും. കൊള്ളത്തടിയത എന്തിനു കൊള്ളാം, തെക്കേ പൂലയുടെ ധൂടിനു കൊള്ളാം. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബർണാഡ് ഷേഡഫില്ലങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വിൻസെന്റ് ചർച്ചിലും ഇതുപോലെ വളരെ രസികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കുറേ ഫലിതങ്ങളും പങ്കിട്ടു. ഒരിക്കലും വിൻസെന്റ് ചർച്ചിലൊരു ഫലിതം ഞാൻ പങ്കിട്ടപ്പോൾ ഹാസ്യവേദിയുടെ സംഘടനയായിട്ടിപ്പോൾ ഹാസ്യം ഒഴിച്ചുകൂടാൻ പറ്റില്ല ഈ വൈകിയ വേളയിൽ. അവിടെ ഞാൻ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഹാസ്യത്തിന് വേണ്ടിയിട്ടൊരു വേദി വേണമെങ്കിൽ ചിരിക്കാൻ സന്നദ്ധതയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹാസ്യം മാത്രമായിട്ട് നമുക്ക് കൂടാനായിട്ടൊരു വേദി ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെങ്കിൽ വരാൻ തയ്യാറാണ്. എല്ലാവരും പങ്കെടുക്കണം. ഹാസ്യം അവതരിപ്പിക്കുകയാണ് ഒരു ഹാസ്യം, അതായത് സഭ്യമായിട്ടുള്ള ഹാസ്യം. ഇപ്പം അക്ഷശ്ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. അക്ഷശ്ലോക സദസ്സിലും സഭ്യതയുള്ളതും സഭ്യത അല്ലാത്തതുമായിട്ടുള്ള കീർത്തനങ്ങൾ ശ്ലോകങ്ങളുണ്ട്. അത് സദസ്സ് നോക്കി നമ്മൾ മാറ്റിയാണ് ചെയ്യേണ്ടത്. അത് ഒരിക്കലും ഞാൻ പങ്കിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരിക്കൽ അക്ഷശ്ലോകത്തിൻ്റെ ഒരു ശ്ലോകം, നമുക്ക് വേണ്ട ഇനി നാരി യോഗം അടുത്തു ഞാൻ പണ്ടൊരു നാരി മൂലം ഉടുത്ത പൂജയിലെ അഴിച്ചു കണ്ടാൽ കിഴക്കൊരാദിത്യൻ ഉദിച്ച പോലെ നാക്കി ഞാനത് അവിടെ, അല്ലെങ്കിൽ അത് അസഭ്യമായി പോകും. അപ്പോൾ അവിടെ ഞാൻ ആ മാറ്റം വരുത്തിയുണ്ട്. കിഴക്കൊരാദിത്യൻ ഉദിച്ച പോലെ ഇതാക്കിക്കൊണ്ട് അവിടെ അസഭ്യത. അപ്പോൾ അങ്ങനെ ഫലിതം പറയുന്നതിലും നമുക്ക് അത് സദസ്സ് നോക്കിയിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. അതിൽ എന്താ പറയുക, ടാർഗറ്റ് ജോക്ക് ഉണ്ട്, ഇന്റലക്ച്വൽ ജോക്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കുന്ന നല്ല സദസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആശയം. ഡോക്ടർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ, അത് സംശയമില്ല. ഒരു എത്ര പിരിമുറുക്കുള്ള സന്ദർഭത്തിലും നമ്മൾ അല്പം ഹാസ്യം പങ്കിടുകയാണെങ്കിൽ അതിൻ്റെ പിരിമുറുക്കം പോയിട്ട് നമ്മൾ ബിക്കം വെരി ഫ്രഷ്. അതുകൊണ്ടാണ് ഡോക്ടർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന് ഇക്കലിയാക്കിയാൽ പോലും ചിരിക്കാൻ മനുഷ്യർക്ക് ഇതില്ല. ചിരിച്ചാൽ അവർ ഗൗരവം നഷ്ടപ്പെടും, പിന്നെ അവരുടെ മാന്യത പോകും, അവരുടെ ആ സ്റ്റാറ്റസ് പോകും എന്നുള്ള ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ദുഷ്പ്രവണത ഇതാണുള്ളത്. നമ്മുടെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മഹാനുണ്ടല്ല, ആത്മഹത്യ ചെയ്ത് പോയില്ലേ? ആ കക്ഷി ഒരിക്കലും ചിരിച്ചിട്ടില്ല. ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന്, അല്ലേ? ഞാൻ ഹാസ്യത്തിൻ്റെ അതുകൊണ്ട് പറയാണ്.
ഈ പുസ്തകത്തിൽ പലതും ഞാൻ അനുഭവത്തിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ് പലതും. അതിൽ അന്ത്യാഭിലാഷം എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥയാണത്. ആ കഥയ്ക്കാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുക. അന്ന് കിഷോറായിരുന്നു കേരള സമാജത്തിൻ്റെ. അന്ന് മത്സരത്തിന് രമയോ പിഷാരുടെ ആരും ഉണ്ടായില്ല. അതുകൊണ്ട് ഭാഗ്യചന്ദ്ര കടത്തൊക്കെ ഞാൻ ഇത് ഓർക്കുന്നു. അത് അന്ത്യാഭിലാഷമാണ്. അതെനിക്ക് 1000 രൂപയാണ് കിട്ടിയ ഫസ്റ്റ് പ്രൈസ്. ശ്രീമാൻ കഥയുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പ്രൈസ് കിട്ടിയത് 1000 രൂപയാണ് അന്ന്. എത്ര കൊല്ലം അപ്പം എൻ്റെ ആ മൂല്യം നോക്കണം. ഞാൻ വേണമെങ്കിൽ ഒരു സെൽഫി എടുക്കുന്ന അവിടെ മണി ആൻഡ് ഗാനം ആലപിച്ച വിജയൻ ആൻഡ് ശിവാനി ആൻഡ് ഷൺമുഖം സാർ, ഇവർക്കെല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. കൂടാതെ വേദിയെ ചിരിച്ചുകൊണ്ട് ഗംഭീരമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹാള് തന്ന കോസ്മോപൊളിറ്റൻ അവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. കൂട്ടത്തിൽ എനിക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ബാക്കി കേക്കുകളുണ്ട്, അത് തീർന്നതിന് ശേഷം അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം നമുക്ക് ഉപചാരപൂർവ്വം സമർപ്പിച്ചതാണ്. നിങ്ങളെല്ലാവരും വേദി പോകണമെന്ന് ഒരിക്കൽ കൂടി താങ്ക്സ്.